with Vitas Skills Academy. Vitas Skills Academy co-founder ആണ് ഇവിടെ ഇരിക്കുന്നത്. And the session is titled Are you ready to transform? An eye-opener on life skills. Basically life skills and soft skills training ആയിരിക്കും പുള്ളിക്കാരി ഉദ്ദേശിച്ചിരിക്കുന്നത്. And about Seema Rathi, she is quite a versatile person. She is an entrepreneur. As I told you, she is the co-founder of Vitas Skills Academy. She is a life coach, speaker, corporate trainer, etc. More about her academy and herself. And this session she will be talking about. And the session will be till 12:45. Last third hour ഉണ്ടായിരിക്കും. Enjoy the session. ശരിക്കും ഒത്തിരി ബഹുമാനത്തോടു കൂടിയാണ് ഇതിനകത്തോട്ട് കയറി വന്നത്. ബഹുമാനം, ആദരവ്, ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ ഒരുപാട് മഹാരഥന്മാരും മഹതികളും ഉള്ളൊരു സ്ഥലമാണിത്. ഇവിടെ ഇരിക്കും മോളെ. എൻ്റെ അങ്കിൾ, അദ്ദേഹം പഠിച്ച കോളേജാണിത്. ക്യാപ്റ്റൻസി അങ്ങനെയുള്ള കാര്യങ്ങളാണ് സോഫ്റ്റ് സ്കിൽസ്. ഓക്കെ, മോൻ പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട് തന്നെ. നിങ്ങളൊക്കെ തങ്ങളിൽ സംസാരിച്ച് അദ്ദേഹം പറഞ്ഞത് കേൾക്കാതിരിക്കണ്ട. പുള്ളി പറഞ്ഞത് ലീഡർഷിപ്പ് ഇക്കാര്യം ഉണ്ടെന്നില്ല, അതുണ്ട. ഓക്കെ, ദാറ്റ് ഷോസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി. പക്ഷെ ഇത് വളരെ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പോവില്ല മക്കളെ. കാര്യം എന്താ, ജാത്തിയിലുള്ളത് ഇതാ പോവില്ല. നമ്മൾ ശീലിക്കുന്നത് ചൊട്ടയിലെ മുതൽ, ചെറുതിലെ മുതൽ നമ്മൾ ശീലിക്കുന്നത് ഇതാണ്. കാര്യം നമ്മുടെ വീട്ടില്, നമ്മുടെ പരിസരത്ത്, നമ്മുടെ കോളേജില് നമ്മൾ ഇടപഴകുന്ന എല്ലാ പേരിലും ഈ കഴിവില്ലേ ഇത് പറയൽ. അപ്പൊ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് പോവില്ല. ഇത് നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലാവുമെന്നറിയാമോ? നിങ്ങൾ ഇവിടുത്തെ പഠിത്തമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ്. ഒരു ഇപ്പൊ ട്യൂട്ടേഴ്സ് ആയിരുന്നാൽ പോലും നിങ്ങളടുത്ത് ചില നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ആയിരിക്കും നമ്മൾ നേരിട്ട് വരുമ്പോൾ കോളേജിൽ. അപ്പോൾ ആരും വീഡിയോ കണ്ടൊന്നും കോളേജിലോട്ടൊന്നും വരരുത്. Burning inside me. That's it. Thank you. അവർ വേറെയും ഉണ്ട് എന്ന് എനിക്കറിയാം. പക്ഷെ അവരാരെയും വിടാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കുക പറഞ്ഞിരുന്നു. ശരി, അപ്പോ ലെറ്റ്സ് ഗോ ബാക്ക് ടു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നിങ്ങൾക്ക് രാവിലെ വിഷയം എങ്ങനെ വിഷയം എന്താ വിഷയം? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാവിലെ അതാരാ പറയണോ? ആണോ? മുഖം വരുന്നുണ്ടോ? എങ്ങനെയാണ്? കേക്കട്ടെ പറയൂ. എന്താ പറഞ്ഞ കാര്യം എന്നോട് പറയാൻ എന്താ ബുദ്ധിമുട്ട്? ഞാൻ കേട്ടു. എന്താ അതാണടാ മക്കളെ റൈറ്റ് റീസൺ. അതാണ് റൈറ്റ് റീസൺ. ഹൈഫൈ, ഇവന് ഹൈഫൈ അറിയത്തില്ലേ? വൈഫൈ അല്ല, ഹൈഫൈ. ആർജവം എനിക്കുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കണം. അതിനാദ്യം വേണ്ടത് ഞാൻ പറയുന്ന ഒപ്പീനിയൻ എത്ര വിലയുള്ളതാണ് എന്ന് എനിക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയണം. ആവശ്യമുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ പറയുന്ന അഭിപ്രായത്തെ ഉണർവോടുകൂടി ഉറപ്പോടുകൂടി പറയാനുള്ള ആർജവം ഉണ്ടാകണം. ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. കാരണം നാളെ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ, ആസ് ഐ സെഡ്, നിങ്ങൾ ജോലിയിൽ പ്രവേശിക്കുന്നവരായിരിക്കാം, നിങ്ങൾ ജോലി കൊടുക്കുന്നവരായിരിക്കാം. എൻ്റെ കണ്ണിൽ, എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് ഈ ഭാരതത്തിലെ ചെറുപ്പക്കാരെല്ലാവരും ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് കടന്നുകൊണ്ട് തൊഴിൽ കൊടുക്കുന്നവരാകണമെന്ന് ചിന്തിക്കുന്നവളാണ് ഞാൻ. പെൺകുട്ടികളാവട്ടെ ആൺകുട്ടികളാവട്ടെ, നിങ്ങൾക്കൊക്കെ കഴിവുള്ള മക്കളാണ്. കഴിവുകൾ വികസിപ്പിച്ചെടുത്തുകൊണ്ട് നിങ്ങൾക്ക് തൊഴിൽ ദാതാക്കളായി മാറാൻ കഴിയണം. ആണോ? നോ? നോ അഭിപ്രായങ്ങൾ എത്ര പേരുണ്ട്? ആരുമില്ല. ആരുമില്ലല്ലോ. ഉണ്ടോ? ഇല്ല. ജോലി നേടുക എന്ന് പറയുന്നത് എന്തുകൊണ്ട് ആവശ്യമാണ്? ജീവിക്കാൻ വേണ്ടി, നല്ല പൊസിഷനിലെത്താൻ വേണ്ടി, സൊസൈറ്റിയിൽ നല്ലൊരു സ്റ്റേറ്റസിന് വേണ്ടി. ഇത്രയും നല്ല കാര്യങ്ങൾ ആ കുട്ടി പറഞ്ഞപ്പോ എല്ലാവരും മിണ്ടാതിരിക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞു. അതായത് ഒരു ജീവിതത്തിന് ആവശ്യമായ നൈപുണ്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഇടം എന്നാണ് എൻ്റെ അക്കാഡമിയുടെ പേരിന്റെ അർത്ഥം. ജീവിത നൈപുണ്യങ്ങൾ പകർന്നു
കൊടുക്കുന്ന സ്ഥലം. ഇപ്പൊ മനസ്സിലായോ വിറ്റാ സ്കിൽസ് എന്താണ്? അപ്പോ ഈ അക്കാഡമിയിൽ പുറം രാജ്യത്തേക്ക് പോകാൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, IELS, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാൻ ചെറുപ്പക്കാർ വരാറുണ്ട്. അവരോടെല്ലാം ചോദിക്കുന്ന ചോദ്യമാണ് ഞാൻ നിങ്ങൾ ഈ മക്കളോടും ചോദിച്ചത്. ചെറിയ മക്കളോടും ഞാൻ ചോദിക്കാറുണ്ട്, ഈ രാജ്യത്തിന്റെ സവിശേഷതകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? ഈ കഴിഞ്ഞ ദിവസം ചോദിച്ചൊരു ചോദ്യമാണ് 8ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളോട്, ഈ രാജ്യത്തിന്റെ സവിശേഷതകൾ അറിയാമോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അപ്പൊ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ പ്രവാസ ജീവിതം നയിച്ചിട്ട് ഞാൻ ഈ മണ്ണിലേക്ക് തിരിച്ചു വരില്ലായിരുന്നു, ഈ മണ്ണിൽ തിരിച്ചു വന്നുകൊണ്ട് വിറ്റാ സ്കിൽസ് ഇടില്ലായിരുന്നു. വിറ്റാ സ്കിൽസ് ഇട്ടത് തന്നെ നിങ്ങളെ പോലുള്ള മക്കൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ ജീവിത നൈപുണ്യങ്ങൾ വികസിപ്പിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു അടിസ്ഥാന വിശ്വാസം മനസ്സിലുണ്ടായിരുന്നു, അടിസ്ഥാന ആഗ്രഹം. കാര്യം എന്താണ്? മലയാളികളായ നമ്മുടെ മക്കൾക്ക് കഴിവുകൾ അനേകമാണ്. ഒരുപാട് കഴിവുകളുള്ള കുട്ടികളാണ് നിങ്ങൾ ഇരിക്കുന്നവരെല്ലാവരും. ഈ കഴിവുകളെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞാലോ നിങ്ങളൊക്കെ പുറകോട്ട് വരും. That means you lack communication skills, you lack confidence, you lack interaction skills, you lack presentation skills, you lack leadership skills. ഇതൊന്നുമില്ലാതെ how do you think can you get a job? ഇന്നത്തെ കോർപ്പറേറ്റ് വേൾഡിൽ how do you think you can step into without any of these things? പറ്റുമോ? വേൾഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുവരവ് ഉണ്ടാകാൻ പോവുകയാണ്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടെങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുമെന്നുണ്ട്. ഇപ്പം പലർക്കും പല ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ ഈ സൊസൈറ്റിയിൽ ഇടപഴകിയാൽ മാത്രമേ രക്ഷപ്പെടാമെന്നൊന്നുമില്ല. അപ്പം സോഷ്യൽ മീഡിയ വഴി അവർ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ആ ജേർണലിസം, ആ ഒരു പാർട്ടിക്കോട് അവർക്ക് കോഡിങ്ങും പല ഡെവലപ്മെന്റ് വന്നുകൊണ്ടിരിക്കണം. അപ്പൊ ആ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് അറിയാമെങ്കിൽ ആ ഭാഗത്ത് രക്ഷപ്പെട്ട് ആ ലെവലിൽ രക്ഷപ്പെടാൻ പറ്റും. ഇപ്പം ടീച്ചർ പറഞ്ഞ് വിദേശത്തോട്ടേക്ക് പോയി കഴിഞ്ഞിട്ട് ഈ രാജ്യത്തിന് രക്ഷപ്പെടുത്തിയ ഒരാളാണ് നമ്മുടെ വില്ലോവാനുള്ള ചെയർമാൻ. പുള്ളിക്കാരനാണെങ്കിൽ ആദ്യം വിദേശത്ത് പോയതിനെ കാരണം നമുക്കറിയാം ഇവിടെ തൊഴിലില്ലായ്മയുടെ ഒരു കാര്യം കൊണ്ടാണ്. എന്നിട്ട് അവിടെ പോയതിനു ശേഷം ഇവിടെ ഈ രാജ്യത്തിലവിടെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് ഈ രാജ്യത്തിന് രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം ടീച്ചർ പറഞ്ഞതിന്റെ രണ്ട് അഭിപ്രായം എനിക്ക് വ്യത്യാസമുള്ളത് രണ്ട് മാത്രമാണ്. എക്സലന്റ് റെസ്പോൺസ്. ഈ ചെറുപ്പക്കാരൻ എത്ര കൈയ്യടി കൊടുത്താൽ പോരാ നിങ്ങൾ? അവന്റെ പേര് കരുണ നരസിംഹമൂർത്തി. നല്ല പേരാണല്ലോ. ഈ കാലഘട്ടത്തിൽ വളരെ റെയറായിട്ട് കേൾക്കുന്ന ഒരു പേരാണ്. അച്ഛനോടും അമ്മയോടും എൻ്റെ താങ്ക്സ് അറിയിക്കുക. പുള്ളി പറഞ്ഞത് കേട്ടായിരുന്നോ? തങ്ങൾ ഈ സംസാരിക്കാത്തവരെങ്കിലും എല്ലാവരും അംഗീകരിക്കുന്നോ? ആഹാ, വളരെ പെട്ടെന്ന് അംഗീകരിച്ചു. ശരി, അംഗീകരിക്കുന്നോ? നിങ്ങളൊക്കെ അംഗീകരിക്കുന്നോ? ശരി. മോനോട് ആദ്യമേ തന്നെ ഞാൻ പറയുന്നു, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടെങ്കിലേ രക്ഷപ്പെടൂ എന്നൊരു വാചകം I have never stated that. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടെങ്കിലേ രക്ഷപ്പെടൂ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനോടും ഒരു മനുഷ്യന് ഏതൊരു ജീവജാലത്തിനോടും ആവശ്യമായ ജീവിത നൈപുണ്യമാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. മോന് പെറ്റ് ആനിമൽ ഉണ്ടോ? പെറ്റ്സ് ഉണ്ടോ? എന്താ അത്? ഒരു കാള. അതിനോട് മോന് ഇടപഴകാൻ പോകാറുണ്ടോ? നിങ്ങൾ സംസാരിക്കുന്നത് ഏത് ഭാഷയിലാണ്? റൈറ്റ്, ദാറ്റ്സ് കമ്മ്യൂണിക്കേഷൻ. റൈറ്റ്? എന്ത് കേട്ടില്ലേ? ഞാൻ പറഞ്ഞുതരാം. അതൊരു കാളയാണെന്ന്. വൈ യു കനോട്ട് ഹാവ് എ കാള ആസ് എ പെറ്റ്? എന്റെ പൂച്ചയും പട്ടിയും താറാവും ഒക്കെ മാത്രമേ പാടുള്ളൂ. മോൻ LKG-യിലായിരുന്നു വന്നതാ. അപ്പൊ എന്തൊരു അറ്റാച്ച്മെന്റ് ആണ് അതിന് മോനോട്? Come on, I want you to speak. എല്ലാവർക്കും അറിയാം ഇത് കാള എന്ന് പറയുമ്പോൾ ഒരു ഫാൻസി ആയിട്ടുള്ള ഒരു തെറ്റായിരിക്കില്ല, പക്ഷെ ഓരോരുത്തർക്കും ഒരു രസമായിരിക്കും. ഇപ്പം കൊച്ചിലെ കൃഷിയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്ത് ചോദിക്കുമ്പോൾ അത് രസമാണ്. ഇപ്പം കാളയെ ഒരിക്കൽ എന്നെ കൊണ്ടുപോയപ്പോ എന്നെ കൊണ്ട് വലിച്ചഴച്ചുകൊണ്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ കയ്യൊക്കെ ഒരഞ്ഞാല്, പക്ഷെ അതിനെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടെ സ്ട്രെങ്ത് കൂടാൻ തോന്നിയിട്ടുണ്ട്. രസമാണ് അത് പറയുന്നത്. അവന്റെ പേരിൽ തന്നെ ഒരു വൈവിധ്യമുണ്ട് അല്ലേ? കരുണ നരസിംഹമൂർത്തി. അപ്പൊ അത് തന്നെ ഒരു വൈവിധ്യത്തോടും ഇടപഴകാൻ യു നീഡ് ഇന്ററാക്ഷൻ സ്കിൽസ്
and you need to communicate, whether it be in a language or it be in a touch or what you call affection which you share with that living being. നമ്മൾ കൊടുക്കുന്ന സ്നേഹം അത് ഭാഷയിൽ അധിഷ്ഠിതമല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് തിരിച്ചു കിട്ടുന്നു. സ്നേഹം ഭാഷയിൽ അധിഷ്ഠിതമല്ല. ഞാൻ പറഞ്ഞത് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ, ഈ രാജ്യത്തേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ അല്ലെങ്കിൽ പുറം രാജ്യത്തേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു നീഡ് ടു കമ്മ്യൂണിക്കേറ്റ് പ്രോപ്പർലി. കുറെ കൂടെ വ്യത്യസ്തമായ രീതിയിൽ പറഞ്ഞുതരാം, കുറെ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞുതരാം. ഇവിടെ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് പോയ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ വേറെ ഏതെങ്കിലും രാജ്യം സന്ദർശിച്ചിട്ടുള്ള? ജീവിതത്തിൽ ഓരോരോ വിഷയങ്ങളുടെ മുന്നിൽ എത്തുമ്പോൾ നമ്മൾ പകർന്നു നിന്നു പോകും. ഈ പകർച്ച എവിടെ നിന്ന് വരുന്നു? ഫ്രം ദ ഹാബിറ്റ് ഓഫ് നോട്ട് ഏബിൾ ടു ഫേസ് അതേഴ്സ്. അവിടുന്ന് വരികയാണ് പകർച്ച. അപ്പൊ മോൻ നേരത്തെ പറഞ്ഞ ആ പോയിന്റിലേക്ക് തിരിച്ചു വരുന്നു. ശരിയാണ്, ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ നിൽക്കുകയാണ്. ഇനിയും കൂടുതൽ അഡ്വാൻസ് ആകും. ഒക്കെ പേടിക്കേണ്ട സമയമാണ്. Come on guys, please മക്കളെ, പ്ലീസ് ലെറ്റ് us talk. ഇത് അൺപാർലമെന്ററി അല്ലേ? ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ടൊരു കാര്യം ഇത് നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കുകയും തിരിക്കുകയും ചെയ്യേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ മോള് പറയുന്നുണ്ട്. അവൾ പറഞ്ഞത് സ്വയം പര്യാപ്തതയെ കുറിച്ചാണ്. നിങ്ങൾ എത്ര പേര് സ്വയം പര്യാപ്തരാ? നിങ്ങൾ ഡിപ്പെൻഡന്റ് അല്ലേ? ഇൻഡിപെൻഡന്റ് ആണോ? നോ. എവിടെ തന്നെ ഡിപ്പെൻഡന്റ് ആണ് അല്ലെ? സ്വയം പര്യാപ്തത എന്ന് പറയുന്ന ഒരു സംഗതിയാണ് നാം നേടിയെടുക്കേണ്ടത് എന്നാണ് ഈ കുഞ്ഞ് എന്നോട് പറയുന്നത്. അതിന് ഒരു എതിരഭിപ്രായവും എനിക്കില്ല. എല്ലാവരെ കൊണ്ട് ചിരിക്കാൻ എളുപ്പമാണ്, പക്ഷേ ഇവിടെ വന്നത് ചെയ്യാൻ പറഞ്ഞ ഒറ്റ എണ്ണത്തിനും പറ്റൂല. ആ ഒരു കോൺഫിഡൻസ് ഇല്ല. ഞാനിപ്പോ അത് പറയാൻ കാര്യം വെച്ചാ ഞാൻ ഒരു 7ാം ക്ലാസ് തൊട്ട് തുടങ്ങിയതാണ് അഭിനയിക്കാൻ മോണാക്ട്. അപ്പോ ഞാൻ +2 വരെ സ്റ്റേറ്റ് വരെ പോയി അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. എനിക്ക് ഒരുപാട് എന്താ പറയാ കമന്റ് ആയാലും തളർത്താൻ 100 പേരുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നൊക്കെ ഞാൻ കയറി വന്ന് ഇപ്പൊ ഞാൻ ഈ കോളേജിൽ നിൽക്കുമ്പോഴും ഇതിൽ 100 പേരെടുത്താലും 90 പേരും എന്നെ കളിയാക്കുന്നവരാണ്. പക്ഷെ അതൊന്നും എനിക്ക് ഒന്നുമില്ല. പക്ഷെ നിങ്ങൾ ഒന്ന് ഓർക്കുക, തിരിച്ച് നിങ്ങൾക്ക് ഇത് ഇവിടെ വന്ന് ചെയ്യാൻ പറ്റുക പറഞ്ഞാൽ നിങ്ങൾ ചെയ്യില്ല. നിങ്ങൾക്ക് കളിയാക്കാനും ചിരിക്കാനും മാത്രമേ അറിയാവൂ കേട്ടാ. പേരെന്താ? അഭിരാമി. അഭിരാമി പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ഒരു സബ്ജക്റ്റ് ഉണ്ട്. ഞാൻ സൈക്കോളജിയാണ്. അല്ലോ, അതില് മാത്രമാണ്. ആ പറഞ്ഞ ആളൊന്ന് എണീറ്റ് എന്ന് പറയാൻ ധൈര്യം കാണിക്കൂ. പറയോ? എണീറ്റെന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാര്യം എന്നും ഞാൻ കേൾക്കുന്നതാണ്. മോളിനുണ്ടാവും. എണീറ്റ് എന്ന് പറയാമോ? എന്നോടിപ്പോ മറുപടി പറഞ്ഞ ആളിന് ഇതിലൊരു പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു വിഷയമുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ അവിടെ ഒരു കമന്റ് പാസ് ചെയ്ത ആ പുന്നാര മോൻ എണീറ്റ് എന്നൊന്ന് പറയൂ. മോനിഞ്ഞു വാടാ. മോളവിടെ പോയി. മോന്റെ പേരെന്താ? മിഥുൻ. മിഥുൻ എന്താ പറഞ്ഞേ? അല്ല, ടീച്ചറിലെ തന്നെ മാസ്ക് ഫേസ് ചെയ്യാൻ പറയാം. അപ്പൊ മാസ്ക് ഊരി പറയാൻ പറഞ്ഞത്. മോൻ പറഞ്ഞത് മാസ്ക് ഊരി പറയാനാണ്. മിടുക്കൻ. അപ്പോ മോളെ മിഥുൻ, നിങ്ങളൊക്കെ മിഥുന്റെ ഫാൻസ് ആണല്ലേ? പോകാൻ പറ്റോ? അതെ, ഫാൻസ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു വലിയ സബ്ജക്റ്റാ. എല്ലാവർക്കും ഉണ്ടാകത്തില്ല കേട്ടോ. മിഥുൻ ഇപ്പൊ പറഞ്ഞ സംഗതിയും അഭിരാമി പറഞ്ഞ സംഗതിയും രണ്ടും കണക്റ്റഡ് ആണ്.
രണ്ടും കണക്റ്റഡ് ആണ്. അഭിരാമി തണുത്ത് വിറച്ചാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്, മിഥുൻ വിറയ്ക്കുന്നുണ്ട്. ഞാൻ സ്റ്റേജ് ഫിയറുണ്ട്, അത് മാറാൻ തന്നെയാണ് വിളിപ്പിച്ചത്. മുമ്പേക്ക് നമ്മളെ സ്വന്തം അതാണ് ഞാനിപ്പോ ആ മോളോട് പറഞ്ഞത്. നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെയും ഉള്ളിൽ ഒരു കംഫർട്ട് സോൺ ഉണ്ട്. ആ സോണിനകത്ത് ഇരിക്കാനാണ് നമുക്കൊക്കെ ഇഷ്ടം. നമ്മെ മുന്നോട്ട് നയിക്കുന്നതും നമ്മൾ തന്നെയാണ്, പിന്നോട്ട് വലിക്കുന്നതും നമ്മൾ തന്നെയാണ്. ആണോ? മുന്നോട്ട് നയിക്കുന്നതും നമ്മൾ തന്നെയാണ്, പിന്നോട്ട് വലിക്കുന്നതും നമ്മൾ തന്നെയാണ്. ബിക്കോസ് ഐ എം ടോക്കിംഗ് അബൌട്ട് കംഫർട്ട് സോൺ. ഈ പറയുന്ന ഞാനും ഇതിൽ ഉൾപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഇത്രയും നേരം ഇത്രയും വിഷയങ്ങൾ സംസാരിക്കണമെങ്കിൽ എന്റെ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്തതുകൊണ്ടല്ലേ ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. ആണോ അല്ലയോ? അത് അല്ലാതെ ആദ്യമായി കണ്ട മക്കളോട് ഇത്രയും ഫ്രീ ആയിട്ട് ഇത്രയും കോൺഫിഡൻറ്റോടുകൂടി എനിക്ക് അവിടെ നിന്ന് സംസാരിക്കാൻ പറ്റും? എങ്ങനെ പറ്റും? അതും ബ്രേക്ക് ഇല്ലാതെ എങ്ങനെ തുടർന്നുകൊണ്ട് വ്യത്യസ്തമായ സബ്ജക്റ്റുകളല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ടാർഗറ്റിംഗ് ഈസ് നോട്ട് മൈ ഒബ്ജക്റ്റീവ്. എനിക്ക് ആരും ടാർഗറ്റ് ചെയ്ത് ആരും തന്നെ ഒന്നും നേടേണ്ടതായില്ല. അങ്ങനൊരു നേച്ചർ എനിക്കില്ല. അത് മോന് മനസ്സിലായത് അങ്ങനെയാണ്. കാര്യം നിങ്ങൾ ചെറുപ്പക്കാർ ചിന്തിക്കുന്നത്, ഇപ്പോ അഭിരാമി ഒരു കാര്യം പറഞ്ഞു, മിഥുൻ ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഓരോരുത്തരെ വിളിക്കുന്നു, മോനോട് സംസാരിക്കുന്നു, അവനോട് സംസാരിക്കുന്നു, അവനോട് സംസാരിക്കുന്നു. ആരെയും ടാർഗറ്റ് ചെയ്യൽ ഈസ് നോട്ട് മൈ ഒബ്ജക്റ്റീവ് അറ്റ് ഓൾ. ഞാൻ ഇവിടെ വന്നത് നിങ്ങളിൽ ഇപ്പൊ ഒരു മാറ്റം ഉണ്ടാക്കി ഇവിടെ വിപ്ലവം സൃഷ്ടിക്കാമെന്ന് പറഞ്ഞു അല്ല വന്നിരിക്കുന്നത്. ഡു യു വോണ്ട് ടു ട്രാൻസ്ഫോം എന്ന് പറയുന്നത് തന്നെയാണ്. ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ചേഞ്ച്. സൈക്കോളജിയുടെ ഒരു ആസ്പെക്ട് പോലും അറിയാതെ ഇതിലോട്ട് കയറി പോണ കുറെ ട്രെയിനർമാരെ എനിക്ക് നന്നായിട്ട് അറിയാം. ജസ്റ്റ് പോയിട്ട് 2 മോട്ടിവേഷൻ സ്റ്റോറി പറഞ്ഞതിന് ഇത് സൈക്കോളജിക്കൽ ആസ്പെക്ട് വെച്ച് നമ്മൾ ചിന്തിക്കണം. എപ്പോഴും പ്രാന്തായിരിക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ഒരാളെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയ്ക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ പല കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഞാൻ ഈ ബിഹേവിയർ എൻഹാൻസ്മെന്റിനെ പറ്റി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഒരാൾ ബൗണ്ടറി പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. പകരാൻ വന്ന ഒരാളുമല്ല. ബിക്കോസ് ഐ ബിലീവ് മോട്ടിവേഷൻ കനോട്ട് ബി ഗിവൺ. മോട്ടിവേഷൻ ആർക്കും കൊടുക്കാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അൺലെസ് യു വോണ്ട് ടു ഡു ഇറ്റ് യുവർ സെൽഫ്, യു വിൽ നെവർ ഡു. ഇതാണ് എന്റെ പ്രിൻസിപ്പിൾ. അപ്പോ ഐ ഡോണ്ട് കം ഹിയർ ടു ഗീവ് മോട്ടിവേഷൻ. ഐ ഡിഡ് നോട്ട് കം ഹിയർ ടു ഗീവ് എനി മോട്ടിവേഷൻ ടു എനിബഡി. ഞാൻ സംസാരിച്ചത് അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ് എന്ന് നിങ്ങൾ ആരും ചിന്തിക്കുകയും വേണ്ട. ഈ പറയുന്ന വിഷയത്തിൽ മോനിപ്പോ സൈക്കോളജി പഠിക്കുന്ന ഭാഗത്ത് മോണ്ടോളജി പഠിക്കുന്നത് കൊണ്ട് തിയററ്റിക്കലായി ആ വിഷയത്തിനെ മനസ്സിലാക്കുന്നു. സമൂഹത്തിൽ 99% പേരും സ്വന്തം മനസ്സിനെ വിലയിരുത്തി മനസ്സിലാക്കുന്നവരല്ല എന്ന് ദയവായി മനസ്സിലാക്കുക. സ്വന്തം മനസ്സിനെ വിലയിരുത്തി മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിഞ്ഞിരുന്നാൽ മനുഷ്യബന്ധങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും ഇത്ര കണ്ട് ശിഥിലമാകില്ലായിരുന്നു. അപ്പോ ആദ്യമേ മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞ് ഇവിടെ വന്ന് നിൽക്കുന്ന ഈ സീമ റാഫി ഇതാദ്യമായിട്ടല്ല ഇങ്ങനൊരു സെഷൻ ചെയ്യുന്നത്. ഇതാദ്യമായിട്ടല്ല ഞാൻ മക്കളെ കാണുന്നത്. എന്റെ അക്കാഡമിയിൽ 100 കണക്കിന് കുഞ്ഞുങ്ങള്, മുതിർന്നവരും പല പ്രായത്തിലുള്ളവരും, ഇനി താഴെ 5ാം ക്ലാസ്സിലാണ് എന്റെ ആധികാരികത. അല്ല, ഞാൻ പറയുകയാണ് മോനോട് കാര്യം. ഞാനിപ്പോ എല്ലാവരുടെയും കൂട്ടത്തിൽ എല്ലാം ഒരുമിച്ചത് കൊണ്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല. കഴിഞ്ഞോ? ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ലൈഫ് സ്കിൽസ് എന്നും പറഞ്ഞുകൊണ്ട് വരുന്ന എല്ലാവരെയും മോൻ പറഞ്ഞു നമുക്ക് റിയലി നമ്മൾ ഉൾക്കൊള്ളാനും പാടില്ല. ഓക്കെ, നമ്മൾ തങ്ങളില് ഒരു ആർഗ്യുമെന്റിന്റെ ആവശ്യമില്ല. കാര്യം എങ്കിൽ പിന്നെ നമ്മുടെ സെഷൻ ഉപയോഗപ്രദമാവത്തില്ല. എന്താണ് ഇത്ര ഉച്ചത്തിലാണോ വിളിക്കുന്നത്? അറ്റൻഡൻസ് എഴുതിയില്ലേ മോനെ? അത് അങ്ങോട്ട് തരാം. ഇവിടെ എല്ലാവരും നമ്മളൊക്കെ എഴുതിയോ? അറ്റൻഡൻസ് എഴുതിയോ? അങ്ങോട്ട് വന്നല്ലോ, ഇപ്പൊ തരാം. ഇവരെ എഴുതിയിട്ട് അങ്ങോട്ട് കടത്തി വിടാം. ഓക്കെ, അപ്പൊ അതവിടെ ഇവിടെ നമ്മൾ ചിരിക്കാറുമല്ല തങ്ങൾ കണ്ട. നിങ്ങൾ അടുത്ത് വന്നൊന്ന് സംസാരിക്കട്ടെ. നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നവരോട് നമ്മൾ ഇന്ററാക്ട് ചെയ്യാറില്ല. ബിക്കോസ് നമ്മെ പിൻവലിക്കുന്ന ഒരു ഘടകം എന്താണ്? അതുണ്ടോ? ഇപ്പൊ നല്ല ഉറക്കം വന്നിരിക്കും, അതുകൊണ്ട് ചിന്തിക്കാനേ പറ്റത്തില്ല. ചിന്തിക്കാറുണ്ടോ? അടുത്തിരിക്കുന്ന ആൾ പിന്നെ പട്ടിയിട്ടു. നമ്മുടെ
കേരളത്തിലെ റോഡിന്റെ ഒക്കെ കണ്ടീഷൻ വെച്ചിട്ട് ആരെങ്കിലും ഒക്കെ ചരിഞ്ഞു പോകുമ്പോൾ നമ്മൾ കയറി പിടിക്കും. അപ്പൊ അവര് സോറി പറയും. അതിൽ നിന്നാണ് നമ്മൾ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അമ്മമാരായിരിക്കും കൂടുതലും. പിന്നെ വീണ്ടും ഈ റോഡിന്റെ ഒക്കെ കണ്ടീഷൻ വെച്ചിട്ടാണ് കാലിലൊക്കെ ചവിട്ടുമ്പോൾ അവര് നമ്മളെ നല്ല നല്ല വാക്കുകളൊക്കെ വിളിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്ക് കല്യാണം വരെ ആലോചിച്ചുണ്ടാകുന്ന ദിവസമുണ്ട്. നിങ്ങൾ പറഞ്ഞു വല്ലതും കേട്ടായിരുന്നോ? ഞാന് കല്യാണ ആലോചനകൾ വരും. എന്താണ് ഞാൻ പറഞ്ഞത്? റിലേഷൻഷിപ്പ് ബിൽഡിംഗ് എന്ന് പറഞ്ഞ് നല്ല റിലേഷൻഷിപ്പ് സ്ഥാപിച്ചിടാൻ കഴിയണം. 10-25 കൊല്ലം ഒരു ബാങ്കറായിട്ട് വർക്ക് ചെയ്ത ആളാണ് ഞാൻ. ആ ബാങ്കറായിട്ട് വർക്ക് ചെയ്ത ആളെന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ബാങ്കർ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? മനസ്സിലായോ? ഒരു ബാങ്കിൽ ജോലി എടുക്കുന്ന ആളിന് ബാങ്കർ എന്നാ പറയുക. ബൈ പ്രൊഫഷൻ ഞാനൊരു ബാങ്കറാണ്. എന്ന ബാങ്കർ ബൈ പ്രൊഫഷൻ. 10-20 റിലേഷൻഷിപ്പ് വിത്ത് പീപ്പിൾ. അത് നമ്മൾ ഓഫീസിലായാലും ശരി, ഈ കോളേജിലെ കൂടെ ഉള്ളവരെ ഞാൻ ഉയർത്തിയെടുക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ an actual leader is an unselfish person. An actual manager is an unselfish person. ഞാൻ ഈ പറഞ്ഞ തത്വം നിങ്ങൾ മനസ്സിൽ ഓർത്തു വയ്ക്കുക. ജീവിതത്തിൽ നിങ്ങൾക്ക് ഉപയോഗം ചെയ്യും. ക്ലിയർ ആയോ? ഞാൻ സർവേ ക്വസ്റ്റ്യനിലുണ്ടോ? നിങ്ങൾ 10 ക്വസ്റ്റ്യൻ. അത് ഞാനിപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. എനിക്കൊരു വോളണ്ടിയർ വേണം. ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോ? ഈ ഭാഗത്ത് അപ്പുറത്ത് മറിച്ചോ, ഇപ്പുറത്ത് സാർ ചെയ്യാം. 15 മിനിറ്റിനുള്ളിൽ ഫില്ല് ചെയ്ത് തരണം. ചെറിയ ചെറിയ ചോദ്യങ്ങളാണ്. ഉറപ്പായും നിങ്ങൾ ഈ മക്കൾ എന്നെ ഓർക്കും. എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ജീവിതാനുഭവം. Good afternoon all. Always be assessing your particular skills, particular experiences, particular abilities, energies and interests and matching them up with the available work to be done. Then be prepared to sell yourself in their challenges. I deem it a great honor and privilege to propose the vote of thanks on this occasion. Let me first of all start by giving glory to Almighty God for making this seminar a resounding success. I would love to extend my gratitude to Ms. Seena Rafi ma'am for acquainting us with the knowledge on life skills. I am sure that it will help us in our career and overall life.